വിശദമായി നോക്കാം ഓരോ വാർത്തകളും. അപ്പോൾ ആദ്യം നമുക്ക് മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്ന് തന്നെ നോക്കാം അല്ലേ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മറ്റ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിൽ ശക്തമായ മഴയാണ്. കല്ലാർപ്പുഴ കര കവിഞ്ഞതോടെ തൂക്കുപാലം, കുട്ടാർ മേഖലയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും എത്രത്തോളം ദുസ്സഹമായ ഒരു സാഹചര്യമാണ് ഹൈറേഞ്ചിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത്. കട്ടപ്പന, കുന്തളംപറയിൽ തോട് കര കവിഞ്ഞ് ഒഴുകുകയാണ്. കുമളി, ചെളിമട, ആനവിലാസം, ശാസ്ത്രനട എന്നിവിടങ്ങളിലും വെള്ളം കയറി. ജലനിരപ്പ് ഉയർന്നതോടെ കല്ലാർ ഡാം തുറന്നു. ജലനിരപ്പ് 136 അടി പിന്നിട്ട മുല്ലപ്പെരിയാർ അണക്കെട്ടും തുറക്കും. പെട്രോളും വേണ്ട, ഡീസലും വേണ്ട. ഹായ്, പെട്രോളും വേണ്ട, ഡീസലും വേണ്ട. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പ്രിൻസ്, അതിശക്തമായ മഴയാണല്ലേ ഹൈറേഞ്ചിലെ. ഈ വാഹനങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നുണ്ട്. തീർച്ചയായും കനത്ത മഴയാണ് കഴിഞ്ഞ രാത്രിയിൽ ഇടുക്കിയിൽ പെയ്തത്. പ്രത്യേകിച്ചും ഹൈറേഞ്ചിൽ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ. ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിയോടെയാണ് മഴ ആരംഭിച്ചത്. തുടർന്ന് അതിശക്തമാകുന്ന ഒരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ചും അർദ്ധരാത്രിക്ക് ശേഷം മഴ കൂടുതൽ ശക്തമായി തമിഴ്നാട് അതിർത്തിയോടുള്ള ഉയർന്ന മേഖലകൾ, നെടുങ്കണ്ടത്തിന് സമീപ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴയാണ് പെയ്തത്. രാത്രി ഒരു 3 മണിയോട് അടുപ്പിച്ച് കൂട്ടാർ മേഖലകളിലൊക്കെ മഴ ശക്തമാകുകയും പുഴ കരകവിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. കല്ലാർപ്പുഴ കരകവിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കല്ലാർ ഡാം തുറക്കാൻ താമസത്തോടെ ആണ് വെള്ളം, ഈ പുഴയിലെ വെള്ളം ഉയരുകയും സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കൂട്ടാറിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ റോഡുകളിലും സമീപ വീടുകളിലുമെല്ലാം വെള്ളം കയറുകയുണ്ടായി. തുടർന്ന് തൂക്കുപാലം, മുണ്ടിയമ, ബാലഗ്രാം പ്രദേശങ്ങളിലൊക്കെ സമാനമായ ഒരു സാഹചര്യം അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വാഹനങ്ങൾ പോലും ഒഴുകിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോഴും വെള്ളം താഴുന്ന ഒരു സാഹചര്യമില്ല. ഡാം തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിൽ പോലും വെള്ളം പൂർണ്ണമായും കുറഞ്ഞ ഒരു സാഹചര്യമില്ല. ഇപ്പോഴും പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. വീടുകളിൽ നിന്ന് നിരവധി ആളുകളെ മാറ്റി പറഞ്ഞിട്ടുള്ള ആളുകൾ സമീപ പ്രദേശങ്ങളിലേക്ക്, ഉയർന്ന മേഖലകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും നാശനഷ്ടങ്ങളെ കുറിച്ചൊരു വ്യക്തതയൊന്നും ഇതുവരെയും വന്നിട്ടില്ല. വാഹനം ഒലിച്ചുപോയ ഒരു സാഹചര്യം കൂട്ടാറിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം വളർത്തുമൃഗങ്ങളൊക്കെ ഒലിച്ചുപോയ ഒരു സാഹചര്യം ഉണ്ടെന്ന് പല മേഖലകളിൽ നിന്നും അറിയുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടായിട്ടില്ല. എത്രമാത്രം വീടുകളിലെ നാശനഷ്ടങ്ങൾ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആളുകളൊക്കെ സമീപ വീടുകളിലേക്കും സുരക്ഷിതമായ കേന്ദ്രങ്ങളിലും ഒക്കെ മാറി താമസിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ രാത്രി മുതൽ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും വെള്ളം ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ സമീപ വീടുകളിലേക്കൊക്കെ മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അപ്പം മഴ ഇപ്പോൾ ഒരു തോർച്ച ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ രാത്രി അതിശക്തമായ മഴയാണ് ഹൈറേഞ്ചിൽ പെയ്തത്. ഇപ്പം മഴയ്ക്ക് ഒരു ശാന്തതയുണ്ടല്ലേ, പക്ഷെ ഒരുപാട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ ഇതിനോടകം തന്നെ? ഈ മണ്ണിടിച്ചിൽ ഭീഷണിയും അതോടൊപ്പം തന്നെ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. തീർച്ചയായും മഴയ്ക്ക് ഇപ്പോൾ ഒരു കുറവുള്ള ഏതാനും മണിക്കൂറുകളായി ഇപ്പോൾ മഴ പ്രത്യേകിച്ചും ഹൈറേഞ്ചിൽ വലിയ തോതിലുള്ള മഴ പെയ്യുന്നില്ല. എങ്കിൽ പോലും വെള്ളം ഈ കല്ലാർപ്പുഴയിൽ ഉയർന്ന വെള്ളം ഇതുവരെയും താഴ്ന്നിട്ടില്ല. ഡാം തുറന്നു വിട്ടിട്ട് പോലും വെള്ളം കൃത്യമായി താഴ്ന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അട്ടപ്പനയിലെ കുന്തളംപാറയിലും കുമളി, ചെളിമട മേഖലയിലും വണ്ടിപ്പെരിയാർ കത്തി മേഖലയിലും ഒക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഏറ്റവും ഭീകരമായ സാഹചര്യമുള്ളത് കല്ലാർപ്പുഴയിലെ പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ്. തൂക്കുപാലം, കൂട്ടാറ്, ബാലഗ്രാം, മുണ്ടിയമ, സാദിമോട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഉയർന്നൊരു സാഹചര്യമുണ്ടായി. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ തുടങ്ങിയ എല്ലാം വെള്ളം കയറിയ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഡാം തുറക്കാൻ താമസിച്ചു എന്നൊരു ആരോപണമൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം രാത്രിയിൽ അതിശക്തമായ മഴ പെട്ടെന്ന് പെയ്തതോടെ കല്ലാർ ഡാം പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തിയിരുന്നു. ഈ അവസ്ഥ അതിനുശേഷം മാത്രമാണ് ഡാം തുറക്കാൻ പറ്റിയത്. അപ്പോഴേക്കും പല വീടുകളിലേക്കും വെള്ളം കയറുന്നു. പക്ഷേ ഈ ഡാമിലേക്കുള്ള വെള്ളത്തിൽ ഇരട്ടിയിലധികം വെള്ളം പുഴയിലൂടെ ഒഴുകി വരുന്ന ഒരു സാഹചര്യം, മലവെള്ളപ്പാച്ചിലുണ്ടായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കല്ലാർപ്പുഴ, കൂട്ടാർപ്പുഴ, അപ്പം കല്ലാർപ്പുഴയുടെ
കൈവരികളായ പാലാർ പുഴയൊക്കെ വളരെ വേഗത്തിൽ തന്നെ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് വലിയ തോതിൽ വെള്ളം ഈ പുഴകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രണാതീതമായ രീതിയിൽ വെള്ളം ഉയരുകയും ഡാം തുറന്നെങ്കിൽ പോലും വെള്ളം താഴാത്തൊരവസ്ഥ. ഇപ്പോഴും ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. പക്ഷേ അണക്കെട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ പോലും പുഴയിലെ വെള്ളത്തിന് കുറവുണ്ടായിട്ടില്ല. കരകവിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. മുണ്ടിരമ മേഖലകളിൽ തൂക്കുപാലം മേഖലകളിലൊക്കെ പല പ്രദേശങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. ആളുകളൊക്കെ പല സമീപ സമീപ വീടുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു. എന്തായാലും നിലവിലത്തെ അവസ്ഥയിലും വെള്ളം താഴ്ന്നൊരവസ്ഥയില്ല. മുല്ലപ്പെരിയാർ ഡാം 8 മണിയോടെ തുറക്കുമെന്നാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. 5000 ക്യൂസെക്സ് വെള്ളം ആയിരിക്കും മുല്ലപ്പെരിയാറിൽ നിന്ന് പുറത്തേക്ക് ഘട്ടം ഘട്ടമായി പുറത്തേക്ക് ഒഴുകുക. നിലവിൽ 18,000 ക്യൂസെക്സോളം വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 1600 ക്യൂസെക്സോളം വെള്ളം തണൽ മാർഗ്ഗം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. നിലവിൽ 138 അടിയോളം വെള്ളം അണക്കെട്ടിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉയർന്നൊരു സാഹചര്യമുണ്ട്. 136 അടി ഉയർന്നതോടെയാണ് അണക്കെട്ട് തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് തമിഴ്നാട് എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വൃഷ്ടിപ്രദേശത്ത് ഗുജറാത്തിലൊക്കെ മഴ പെയ്തില്ല. വലിയ തോതിലാണ് ഇപ്പോഴും അണക്കെട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത്. ആര്യ. യെസ്, തീർച്ചയായും. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ഭീതിതമായ സാഹചര്യമാണ് നിലവിൽ ഹൈറേഞ്ചിൽ ഉള്ളത് എന്നുള്ളത്. ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് വലിയ ആശ്വാസം. ഇന്നലെ ഉണ്ടായ മഴയിലാണ് ഇത്രത്തോളം വലിയ ഒരു മോശമായ സാഹചര്യം അവിടെ ഉണ്ടായത്. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരുന്നതൊക്കെ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. ഒരുപാട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതീവ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. നിലവിൽ മഴയൊന്നും മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ഇടുക്കിയിൽ ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിച്ചിട്ടുള്ളത്.